ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പഥേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. രഥയാത്രയുടെ കാലമായിരുന്നു. കേരളത്തിൽ തന്നെ 5ഉം 6ഉം ജില്ലയിലാണ് രഥോത്സവം നടന്നത്. വളരെ വളരെ മനോഹരമായി, എന്താ പറയാ, ഒരുപാട് പുതിയ ആൾക്കാർ കൃഷ്ണാവബോധം സ്വീകരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ശ്ലോകം ശ്രീമദ് ഭാഗവതത്തില് വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. പ്രഥമ സ്കന്ധത്തിലുള്ളതാണ്. സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിർ അദോക്ഷജേ അഹൈതുകി അപ്രതിഹതാം യയാത്മാ സുപ്രസീദതി. പ്രഥമ സ്കന്ധത്തിൽ വരുന്ന ഒരു ശ്ലോകമാണ്. അതായത് ഓരോരുത്തരും ചെയ്യേണ്ട ധർമ്മം, കർത്തവ്യം, ശ്രേഷ്ഠമായത്, പരമമായ ധർമ്മം ചെയ്യണം. സവൈ പുംസാം പരോ ധർമ്മോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ഏത് സ്കന്ധമാണ്, ഏത് ശ്ലോകമാണെന്നുള്ളത് ചാറ്റ് ബോക്സിൽ ഇടുക. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിർ അദോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. എല്ലാവർക്കും അവരുടേതായ കർത്തവ്യങ്ങളുണ്ട്. ചിലര് അധ്യാപകരാണ്, ചിലർ വിദ്യാർത്ഥികളാണ്, ചിലര് ഡോക്ടേഴ്സാണ്, ചിലര് എഞ്ചിനീയറാണ്, പ്രൊഫസറാണ്, ഭർത്താവാണ്, ഭാര്യയാണ്. ഇങ്ങനെ ഓക്കെ. 1.6 ആണോ 2.6 ആണോ? രണ്ടുപേര് രണ്ട് രീതിക്ക്. 2.6. ഓക്കെ. പ്രഥമ സ്കന്ധം 2-ാം അധ്യായം 6-ാമത്തെ ശ്ലോകം. പരമമായ ധർമ്മം ചെയ്യണം എന്നാണ്. ഇപ്പോ നമ്മള് അധ്യാപകരാകുന്നതാണോ ജീവിതത്തിൽ പരമമായ ധർമ്മം? ഇപ്പൊ നമ്മൾ വിചാരിക്കാണ്, എങ്ങനെയെങ്കിലും എനിക്ക് ലൈഫിൽ ഒരു ടീച്ചർ ആകണം. അതാണോ നമ്മുടെ ജീവിതത്തിൽ പരമമായ ധർമ്മം? അല്ല. ശരി, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല ഒരു നിലയിലാക്കണം. അതാണോ ജീവിതത്തിന്റെ പരമമായ ധർമ്മം? അല്ല. അസുഖമൊക്കെ മാറി ബാങ്കിൽ കുറച്ച് ബാലൻസ് ഒക്കെ വെച്ചിട്ട് സമാധാനമായിട്ട് ഇരിക്കണം. അതാണോ ജീവിതത്തിലെ പരമമായ ധർമ്മം? അല്ല. ഇത് ഒന്നും തന്നെ നമ്മുടെ ലൈഫിൽ പരമധർമ്മമല്ല. ഇതൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ധർമ്മങ്ങളാണ്. ഇതൊക്കെ
എത്ര നേരെയാക്കാൻ ശ്രമിച്ചാലും ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ നേരെയാകും, ചിലപ്പോൾ നേരെയാവില്ല. കച്ചവടം ചെയ്യുന്ന ഓരോ വ്യക്തികളും വിജയികളാണോ? ചിലർ കച്ചവടത്തിൽ വിജയിക്കും, എത്രയോ പേര് പൊളിഞ്ഞു പോകാറുണ്ട്. എൻ്റെ അച്ഛൻ ആരാകണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഞാൻ ഇന്ന വീട്ടിൽ ജനിക്കണം, എനിക്ക് ഇന്ന ആരച്ഛനായിരിക്കണം, ഇന്ന വ്യക്തി അമ്മയായിരിക്കണം, തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. കച്ചവടം ചെയ്യുന്ന എത്രയോ പേര് വിജയിക്കാറില്ല. അതെല്ലാം ഒരു കർമ്മഫലം പോലെ നടക്കും, നടക്കാതെയുമാകും. അതിനെ ശരിയാക്കണം, അതിനെ ഉയർത്തണം എന്ന് വിചാരിച്ചാൽ പലപ്പോഴും സാധ്യമല്ല. അത് എങ്ങനെയെന്ന് വെച്ചാൽ നിഴലിനെ തിരുത്താൻ ശ്രമിക്കുന്നത് പോലെ. ഒരാൾ, ഒരു ഭക്തർ പറയണം, മുമ്പൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു, ഇപ്പൊ മനസ്സിലായി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എൻ്റെ നിഴലിനെ നോക്കാൻ, നമുക്ക് എല്ലാവർക്കും നിഴലുണ്ട്, എല്ലാവരുടെ നിഴലും കറുപ്പാണ്. ആർക്കെങ്കിലും പച്ച കളർ, നീല കളറിലൊക്കെ നിഴലുണ്ടോ? ആർക്കും ഇല്ല. എല്ലാവർക്കും കറുത്ത ഒരു നിഴൽ. ആ നിഴലിന്റെ രൂപം കണ്ടിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ ആ രൂപത്തിനെ തിരിക്കാനോ വളയ്ക്കാനോ ശ്രമിക്കുകയാണ്. എനിക്ക് നിഴലിനെ തിരുത്താൻ പറ്റുമോ? ഇല്ല. അതിനെ പിടിച്ച് വളയ്ക്കാനോ ഒന്നും പറ്റില്ല. പക്ഷേ ഞാൻ തിരിയുമ്പോൾ എന്ത് സംഭവിക്കും? നിഴലും കൂടെ തിരിയും. അപ്പൊ എന്നെ തിരുത്തി കഴിഞ്ഞാൽ നിഴലിനെ തിരുത്താൻ പറ്റും. പരമമായ ധർമ്മം നേരെ ചെയ്താൽ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു ധർമ്മങ്ങളെല്ലാം താനേ നേരെ ആയിക്കോളും. പക്ഷെ പരമധർമ്മത്തിനെ മറന്നിട്ട് ഈ കുഞ്ഞു കുഞ്ഞു ധർമ്മങ്ങളെ നേരെ ആക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നേരെ ആവില്ല. നല്ലൊരു അധ്യാപകൻ, നല്ലൊരു വിദ്യാർത്ഥി, നല്ല ഒരു ഡോക്ടർ, നല്ല ഒരു എഞ്ചിനീയർ ഒന്നും ആവാൻ പറ്റില്ല. കാരണം എന്താണ്? പരമധർമ്മത്തിനെ ശരിയാക്കണം. അതിന് ഏറ്റവും ഉയർന്ന ഉദാഹരണം ഭീഷ്മ പിതാമഹനാണ്. ഭീഷ്മര് വലിയ ഭക്തനാണ്, അതിൽ സംശയമില്ല. മഹാജനങ്ങളിൽ ഒരാളാണ്, ഉയർന്ന ഭക്തനാണ്. പക്ഷേ ഭീഷ്മര് ഭഗവാൻ വിചാരിച്ച പോലെ എല്ലാം ചെയ്തില്ല, ഇല്ലേ? ഭീഷ്മര് പാണ്ഡവരുടെ കൂടെയായിരുന്നോ കൗരവരുടെ കൂടെയായിരുന്നോ? ഭീഷ്മരാരുടെ കൂടെയാണ്? കൗരവരുടെ കൂടെ. ഭീഷ്മർ അഥവാ പാണ്ഡവരുടെ കൂടെ കൂടിയിരുന്നെങ്കിൽ ഭഗവാൻ ഇഷ്ടപ്പെടോ ദേഷ്യം വരുമോ? കൂടുതൽ ഇഷ്ടമായിരുന്നു കാണും, ഇല്ലേ? ദ്രൗപദി വസ്ത്രാക്ഷേപ സമയത്ത് ഭീഷ്മർ എണീറ്റ് ദ്രൗപദിയെ സംരക്ഷിച്ചിരുന്നെങ്കിൽ ഭഗവാൻ ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെടാതിരിക്കോ? ഇഷ്ടപ്പെടും. പക്ഷേ ഭീഷ്മർ ഇത്രയും മഹാവ്യക്തിയാണെങ്കിൽ പോലും ഭീഷ്മർ ചില സമയം കുഞ്ഞു കുഞ്ഞു ധർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. രാജ്യധർമ്മം, രാജമാതാവിൻ്റെ വാക്കുകൾ അനുസരിക്കണം, രാജാവിൻ്റെ കൂടെ നിൽക്കണം, നാട്ടിനെ സംരക്ഷിക്കണം എന്ന് കുഞ്ഞു കുഞ്ഞു ധർമ്മങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ഭഗവാനെ 100% പ്രീതിപ്പെടുത്തണം എന്ന പരമോധർമ്മത്തിനെ മാറ്റിവെച്ചു ചില സമയം. അതായത് അത് കാരണം ഭീഷ്മർക്ക് യുദ്ധം ഇല്ലാണ്ട് ആക്കാൻ പറ്റിയോ? ഭീഷ്മർക്ക് യുദ്ധത്തിനെ തടയാൻ സാധിച്ചോ? ഇല്ല. കൗരവരെ സംരക്ഷിക്കാൻ സാധിച്ചോ? ഇല്ല. കുരുരാജ്യത്തിനെ സംരക്ഷിക്കാൻ സാധിച്ചോ? ഇല്ല. എന്നാൽ ചിലപ്പം ഭീഷ്മർ പാണ്ഡവരുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇതെല്ലാം നടക്കുമായിരുന്നു. ഇത് നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭീഷ്മർ ഭഗവാനെ മുഴുവനും അനുസരിക്കാതെ മറ്റു കാര്യങ്ങളെല്ലാം ശരിയാക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് അത് നടന്നില്ല. ഇതേ ഭഗവാനെ ശരണം പ്രാപിച്ചിരുന്നെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം ശരിയായെന്ന്.
പരോധർമ്മം ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ധർമ്മങ്ങളെല്ലാം ശരിയാകും. അതാ നമ്മുടെ ജീവിതത്തിലും പറ്റുന്നത്. പൂർണ്ണമായി ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിച്ച് ആത്മീകമായി വരാതിടത്തോളം കാലം കുടുംബ ബന്ധങ്ങൾ ശരിയാവില്ല. ചിലപ്പം റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, കുടുംബത്തിനകത്ത് വഴക്കുകൾ ഉണ്ടാകും, അസുഖങ്ങൾ വരും. അതൊന്നും നേരെ ആവുന്നില്ല. എന്തുകൊണ്ടാ? പരോധർമ്മം നേരെ ആവാത്ത കൊണ്ട്. സോ പ്രാധാന്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാമജപം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൊടുക്കണം. അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായി മറ്റതെല്ലാം ശരിയായിക്കോളും. പ്രഭുപാദർ എപ്പോഴും പറയുന്ന ഉദാഹരണം, ഒരു മരം വളർത്തണമെങ്കിൽ എവിടെ വെള്ളം ഒഴിക്കണം? ഇലയിലോ കൊമ്പിലോ ശാഖയിലോ പൂവിലോ വേരിലോ? എവിടെയാ വെള്ളം ഒഴിക്കേണ്ടത്? വേരിൽ വെള്ളം ഒഴിക്കണം. എനിക്കും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതിൻ്റെ സ്വകാര്യതയെ ഞാൻ ശരിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭർത്താവിനോടുള്ള ബന്ധം, ഭാര്യയോടുള്ള ബന്ധം, കുഞ്ഞുങ്ങളോടുള്ള ബന്ധം, രാജ്യത്തിനോടുള്ള ബന്ധം എല്ലാം ശരിയാവും. അതിനെ മാറ്റിവെച്ചാൽ ഇവിടെ ഒന്നും ശരിയാവുകയില്ല. ഇപ്പൊ നമ്മൾ ഇത്രയും പേര് സത്സംഗത്തിൽ കൂടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 100% സംതൃപ്തനാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ഞാൻ 100% സംതൃപ്തനാണ്? പറ്റില്ല. ഒരുപാട് പോരായ്മകളും നിരാശയും എപ്പോഴും ഉണ്ടാകും. അതേസമയം പ്രഭുപാദറടുത്ത് അദ്ദേഹത്തിന്റെ വയസ്സായ സമയത്ത് ഭക്തന്മാര് ചെന്ന് ചോദിച്ചു, അഭയ് പ്രഭുപാദ്, അങ്ങക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും മനപ്രയാസമുണ്ടോ? എന്തെങ്കിലും പോരായ്മയുണ്ടോ? പ്രഭുപാദർ കണ്ണുകൾ നിറഞ്ഞു പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹവുമില്ല, സംതൃപ്തനാണ്. അങ്ങനെയൊക്കെ ഉയരുക എന്ന് പറയുന്നത് അസാധ്യമാണ്. നമ്മൾ ഭഗവത്ഗീത ക്ലാസ് എല്ലാം കേൾക്കുമെങ്കിൽ അവസാനം ഭഗവാന്റെ അടുത്ത്, കൃഷ്ണ കുറുക്ക് വേദന മാറ്റിത്ത, എൻ്റെ മുട്ടുവേദന മാറ്റിത്ത, മകളുടെ വിവാഹം എങ്ങനെയെങ്കിലും നടത്തിത്ത. നമുക്ക് ഒരുപാട് പെൻഡിങ് ഉണ്ടാവും. വലിയൊരു ലിസ്റ്റുമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രഭുപാദർ പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹമില്ല, പൂർണ്ണ സംതൃപ്തനായിരുന്നു. അപ്പോ സവൈപുംസാം പരോധർമ്മോ യഥോഭക്തിർ അധോക്ഷജേ. നമ്മളുടെ എല്ലാവരുടെയും പരമമായ ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുക. ആ ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചേ മതിയാകും. അത് സ്ഥാപിക്കാൻ ശ്രമിക്കാത്തവർ മണ്ടരാണ്. ഇപ്പൊ എനിക്ക് നാട്ടിന്റെ മുഖ്യമന്ത്രിയെ അറിയാം, എനിക്ക് അങ്ങനെ ഒരാളെ പരിചയമുണ്ട്. നമ്മൾ ആ ബന്ധം സ്ഥിരം നിലനിർത്തുവോ അല്ല പുള്ളിയെ ബന്ധപ്പെടാതെ അങ്ങനെ മറന്നിരിക്കുവോ? എന്ത് നമ്മൾ ചെയ്യും? ഇപ്പൊ എനിക്ക് നാട്ടിന്റെ പ്രധാനമന്ത്രിയെ അറിയാം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആ റിലേഷൻഷിപ്പ് എന്നും ലൈവാക്കി വെക്കോ അല്ല അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ അതിനെ ഉപേക്ഷിക്കോ? നമ്മൾ എന്ത് ചെയ്യും? നിലനിർത്തും. അദ്ദേഹം ഫോൺ എടുത്തില്ലെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കും. അദ്ദേഹത്തിന്റെ കൂടെ എടുത്ത ഫോട്ടോ സ്റ്റാറ്റസിലും അവിടെ ഇവിടെയൊക്കെ ഇടും. 10 പേരെടുത്ത് പറയും, പ്രധാനമന്ത്രി എനിക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചതാ അല്ലേ. ഉയർന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ നിലനിർത്തും നമ്മൾ. കാരണം അത് അത്രയും പ്രധാനപ്പെട്ടതാ. അതേപോലെ ഓരോ ഭക്തനും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിനെ നിലനിർത്താൻ പഠിക്കണം. ജപിച്ചോ? 6 മാസമായി ജപമൊക്കെ അത്ര തന്നെ. ഇപ്പൊ എത്ര? നേരത്തെ 16, ഇപ്പൊ ഞാൻ 4. ആ ബന്ധത്തിനെ നിലനിർത്തുന്ന പ്രാധാന്യം അവർക്ക് അറിയുന്നില്ല. പരമധർമ്മം എപ്പോഴും നിലനിർത്തണം. നിർത്തിയില്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഫൗണ്ടേഷൻ ആകെ താളം തെറ്റും. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അസ്ഥിവാരമെല്ലാം താളം തെറ്റും. ആ റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടായിരിക്കണം? അടുത്ത ലൈനിൽ പറയുന്നു,
അഹൈതുകി അപ്രതീഹത യയാത്മാ സുപ്രസീദതി. ഒരു കാരണവും ഹേതു അഹൈതുകി ഒരു കാരണവും പാടില്ല. അപ്രതീഹത അതിലിരുന്ന് ഒരു ഫലവും പ്രതീക്ഷിക്കാനും പാടില്ല. സാർ ജപിച്ചോ, ജപിച്ച എനിക്ക് എന്ത് കിട്ടും? അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ചു ചെയ്താൽ അത് സ്നേഹമല്ല, അത് കച്ചവടമാണ്. ഈ ലോകത്ത് ഇവിടെ തന്നെ എല്ലാവരും വിവാഹിതരാണ്, അച്ഛനമ്മയാണ്, കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ നിസ്വാർത്ഥരാണ് എന്ന് പറയാൻ പറ്റുമോ? ഹസ്ബൻഡിൻ്റെ അടുത്തിരുന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, വൈഫിൻ്റെ അടുത്തിരുന്ന് ഹസ്ബൻഡ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നിസ്വാർത്ഥരാണ് എന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും സ്വാർത്ഥരാണ്. ഭർത്താവ് ശമ്പളം വീട്ടിൽ കൊണ്ടുവന്നില്ല, വീട്ടിലത്തെ കാര്യം ഒന്നും നോക്കിയില്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ദോഷമില്ല. ഭാര്യ വീട്ടിൽ വേണ്ട സഹായങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഭർത്താവ് സ്നേഹിക്കില്ല. ഇതെല്ലാം കച്ചവടമാണ്. പക്ഷെ ഭഗവാന്റെ അടുത്ത് അപ്രതീഹത, ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഹേതു, ആ ഭക്തിക്ക് ഒരു കാരണവും ഉണ്ടായിരിക്കാൻ പാടില്ല. കാരണങ്ങൾ കൊണ്ട് ഭക്തിയിൽ വരരുത്. എനിക്ക് പണക്കഷ്ടമാണ്, അതിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് ഞാനിപ്പോൾ നാമജപം ചെയ്യുന്നു, ഞാൻ 108 തവണ ഹരേ കൃഷ്ണ എഴുതും, എങ്ങനെയെങ്കിലും എൻ്റെ പണക്കഷ്ടം തീരട്ടെ. തെറ്റില്ല, അതും നല്ലതാ. പക്ഷെ ഭഗവാൻ അത് അത്ര ഇഷ്ടമല്ല, അതൊരു കച്ചവടം പോലെയാ. അതുകൊണ്ട് രാമായണത്തില് ലക്ഷ്മണനും ഭരതന്റെയും ഉദാഹരണം പറയുന്നുണ്ട്. ലക്ഷ്മണ എന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്മി ദേവിയെ പിന്തുടരുന്ന ആള് എന്നാണ്. ലക്ഷ്മിയുടെ പാത, ലക്ഷ്മി ദേവിയുടെ പാത പിന്തുടരുന്ന വ്യക്തിയാണ് ലക്ഷ്മണ. ഇപ്പൊ ലക്ഷ്മി ദേവി സദാസമയം എന്ത് ചെയ്യും? ഭഗവാന്റെ പാത അമർത്തി കൊടുക്കും. അപ്പൊ 31-ാം തീയതി ആകുമ്പോ നാരായണൻ 10,000 രൂപ കൊടുക്കും ലക്ഷ്മിക്ക്. അങ്ങനെയാണോ? ഒന്നുമില്ല. യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇല്ലെങ്കിൽ പോലും ലക്ഷ്മി ദേവി ഇത് എന്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ച് പാദമർത്തി കൊടുക്കും. ആ ലക്ഷ്മി ദേവി തുളസി എടുത്ത് പ്രാർത്ഥിക്കുക, തുളസി, ഭഗവാൻ എന്നെ ഉപേക്ഷിച്ച് പല സമയം ലീലകൾക്കായും അവതാരങ്ങൾക്കായും എന്നെ വിട്ടിട്ട് പോകും. എന്നെ പലപ്പോഴും കൂട്ടാതെയാ പോകുന്നത്. പക്ഷേ നീ ഭഗവാൻ എവിടെ പോയാലും ഏത് അവതാരമെടുത്താലും അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ തന്നെ ഇരിക്കുകയാണ്, മാറുന്നില്ല. നരസിംഹ അവതാരം എടുത്താലും പാദത്തിൽ ആരുണ്ടാകും? തുളസി ഉണ്ടാകും. വരാഹമായിരുന്നാലും തുളസി ഉണ്ടാകും. ഭഗവാൻ ലക്ഷ്മി ദേവിയെ പോലും പല സാഹചര്യത്തിൽ വിട്ടിട്ട് പോയെങ്കിലും എവിടെ പോയാലും കൂടെ തന്നെ ഉള്ളതാരാണ്? തുളസീദേവി. അപ്പൊ ലക്ഷ്മി തുളസി എടുത്ത് പ്രാർത്ഥിക്കുക, നിനക്ക് കിട്ടിയ സൗഭാഗ്യം എനിക്ക് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് തുളസി നീ എന്നെ അനുഗ്രഹിക്കണം. തുളസിയെക്കാളും ഉയർന്ന സ്ഥാനമാണ് ലക്ഷ്മി ദേവിക്ക്. എന്നാൽ ആ ലക്ഷ്മി ദേവി ആരെയാ പ്രാർത്ഥിക്കുന്നത്? തുളസിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ലക്ഷ്മിക്ക് യാതൊരു തരത്തിലുള്ള കാരണവും പ്രതീക്ഷയില്ല. അങ്ങനെ നിസ്വാർത്ഥമായി സേവിച്ച കൊണ്ടാണ് ലക്ഷ്മണന് അങ്ങനെ ഒരു പേര്. ശ്രീരാമചന്ദ്രമൂർത്തിയെ 14 വർഷം വനത്തിലേക്ക് പോകാൻ പറഞ്ഞു. ലക്ഷ്മണനെ ആരെങ്കിലും വനത്തിൽ പോകാൻ പറഞ്ഞോ? ഇല്ല. ലക്ഷ്മണൻ വോളണ്ടറി ആയിട്ടാണ്. ഇപ്പോ നമ്മുടെ നാട്ടില് ഒരാൾ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ പറ്റാണ്ടായി. ഉടനെ പോലീസ് വന്ന് പിടിച്ചു, ജപ്തി ചെയ്തു, പിടിച്ചു, അറസ്റ്റ് ചെയ്തു. ഉടനെ ഏതെങ്കിലും അനുജൻ ഓടി വന്ന്, സഹോദര, ജ്യേഷ്ഠ, നീ ചെന്ന് കഷ്ടപ്പെടല്ലേ, നിനക്ക് വേണ്ടി ഞാൻ 7 കൊല്ലം പോയി ജയിലിൽ ഇരുന്നോളാം. അങ്ങനെ ഏതെങ്കിലും സഹോദരന്മാര് കലികാലത്തിൽ വരൂല്ല. പറ്റുമെങ്കിൽ ജ്യേഷ്ഠനെ ജയിലിൽ തന്നെ വെച്ചോളൂ, വീട് മുഴുവനും ഞാൻ എടുത്തോളാം എന്നേ പറയുള്ളൂ. രാമനെ 14 വർഷം വനത്തിലേക്ക് വിട്ടു, ലക്ഷ്മണനെ 14 വർഷം വനത്തിൽ വിട്ടില്ല. എന്നിരുന്നാലും സ്വമേധയായി ലക്ഷ്മണൻ ആ 14 വർഷം വനത്തിലേക്ക് പോയത് മാത്രമല്ല, വെള്ളം പോലും കുടിക്കാണ്ട് അങ്ങ് ഉപവാസം ഇരുന്നു. അഹൈതുകി അപ്രതീഹ, ഇതാണ് ഭക്തി.
ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി ചേരുക. രണ്ടാമത്തതാരാ? ഭരതൻ. ഭരതൻ എന്ന് പറഞ്ഞാൽ ഭാരം എന്നർത്ഥം. ഭാരം എന്ന് വെച്ചാല് വെയിറ്റ്, ഭാരം. എന്ത് ഭാരമാണ് ഭരതൻ ചുമന്നത്? 14 കൊല്ലം ചീത്തപ്പേരുണ്ടായിരുന്നു ഭരതന്. എന്താ ചീത്തപ്പേര്? അമ്മയും മകനുമായും ചേർന്ന് രാമനെ 14 കൊല്ലം കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. 14 കൊല്ലം ചീത്തപ്പേര്. ഭരതൻ എതിർത്തില്ല. ആരും ഭരതനെ വിശ്വസിച്ചില്ല. ഭരതൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഭരതൻ ഒരു തെറ്റും ചെയ്തില്ല. കൈകേയിയാണ് തെറ്റ് ചെയ്തത്. പക്ഷെ ചീത്തപ്പേർ. നമുക്കും ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. ചെയ്യാതെ തെറ്റിന് വേണ്ടി പഴി ചൊല്ല് കേൾക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ചെയ്യാതിന്റെ തെറ്റിന് ചീത്തപ്പേര് കേൾക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? പലപ്പോഴും ഉണ്ടായി. ഉടനെ നമ്മൾ വിട്ടുകൊടുക്കോ? പ്രതികരിക്കും, അവിടെ പോയി ന്യായീകരിക്കും. പക്ഷെ ഭരതൻ ഒന്നും ചെയ്തില്ല. ചിലപ്പം ഭക്തിയിലും അങ്ങനെ സംഭവിക്കും. ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും. ഒരു ചീത്തപ്പേര് അങ്ങ് ഇട്ടുതരും. നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല ആ തെറ്റ്, പക്ഷെ ചീത്തപ്പേരുണ്ടാകും. എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടാകും. ആ പരീക്ഷയിൽ ക്ഷമയോട് കാത്തിരിക്കണം. ഭരതൻ 14 കൊല്ലം ആ ചീത്തപ്പേരെ താങ്ങിപ്പിടിച്ചു, ക്ഷമയോട് താങ്ങിപ്പിടിച്ചു. അത് കഴിഞ്ഞ് ശ്രീരാമചന്ദ്രമൂർത്തി തന്നെ വന്ന് ഭരതന്റെ സ്തുതി ലോകം മുഴുവനും അറിയിച്ചു. അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. അങ്ങനെ ഭക്തിമാർഗത്തിൽ വരുന്ന ഒരു ജീവാത്മാ ഭക്തിയിൽ ഉയരും എന്നാ പറയുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. പരമമായ ധർമ്മം ചെയ്താൽ നമ്മൾ ആത്മീകമായി ഉയരും എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത സത്സംഗത്തില് കാണാം. ഇനിയും 1 മാസത്തിൽ കൃഷ്ണ ജയന്തിയൊക്കെ വരുന്നുണ്ട്. ഉത്സവകാലമാണ്. എല്ലാവരും ജപം തുടർന്ന് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്.